ഹായ് ഓൾ, മാൾ ഓഫ് ഗാർഡൻസ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന പുതിയ ഫ്രൂട്ട് പ്ലാന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ കണ്ടുവരുന്നതും എല്ലാ കാലാവസ്ഥയിലും കായ്ക്കുന്നതുമായ ജബോട്ടിക്കാബ അഥവാ മരമുന്തിരി എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഓഫ് ദി വീക്കായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് സവിശേഷതകളുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ജബോട്ടിക്കാബ. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയാൻ ഇവിടെ ലിമിതേച്ചി ഉണ്ട്. അപ്പൊ നമുക്ക് ലിമിതേച്ചിയോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. ലിമിതേച്ചി, ഇത് നമ്മൾ നാട്ടിലൊന്നും കണ്ടുവന്നിട്ടില്ലാത്തൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. അപ്പൊ ഇതിന്റെ ബാക്കി പ്രത്യേകതകൾ എന്തൊക്കെയാ? ഇത് ബ്രസീലിൽ കണ്ടുവരുന്ന ഒരു ഫലവൃക്ഷമാണ്. ഇതിനെ ഗ്രേപ്പ് ട്രീ എന്നും അറിയപ്പെടും. ഇതൊരു 30ഓളം വെറൈറ്റീസുകളുണ്ട്. ഇതിന്റെ ഒരു 4 വെറൈറ്റീസ് ആണ് നമ്മളെ കേരളത്തിൽ കണ്ടുവരുന്നത്. ചേച്ചി, അതുപോലെ തന്നെ മറ്റു ഫ്രൂട്ടുകളെ അപേക്ഷിച്ച് ഈ ജബോട്ടിക്കാബ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഈ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്തിരി പോലെ തന്നെ ആയിരിക്കും ഈ ഫ്രൂട്ട്. പക്ഷെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഉണ്ടാവുന്ന രീതിയാണ്. അത് ഈ മരത്തിന്റെ മുകളിൽ, സ്റ്റെമ്മിന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ ആയിരിക്കും ഈ ഫ്രൂട്ട് കാണപ്പെടാൻ. അതുകൊണ്ട് അതിനെ നമ്മളെ മരമുന്തിരി എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇതിന്റെ രുചി എന്ന് പറയുന്നത് നല്ല മധുരവും അതുപോലെ തന്നെ നല്ല പുളിപ്പും ഉള്ളതായിരിക്കും. ലിമിതേച്ചി, ഇപ്പോൾ നമുക്ക് സ്ഥലപരിമിതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഒരു പ്ലാന്റ് നമുക്ക് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും ചൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ചട്ടിയിലായിട്ട് വെക്കാം, അതേപോലെ ബോൺസൈ ആക്കി വെക്കാൻ പറ്റും. നമ്മളെ നഴ്സറികളിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് സ്ഥലപരിമിതി എന്നൊരു വിഷയം ഇതിൽ വരുന്നില്ല. ചേച്ചി, ഇപ്പോൾ ഇതിന്റെ പ്ലാന്റിങ്ങിനെ കുറിച്ച് അതുപോലെ എങ്ങനെ പരിപാലിക്കണം എന്നറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ രീതികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഇത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ വെക്കേണ്ടത്. അത് നടുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ അതിൽ വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, അതേപോലെ മണ്ണിര കമ്പോസ്റ്റ്, ആട്ടിൻ കാഷ്ടം എന്നിവ മിക്സ് ചെയ്താണ് നമ്മൾ ഇത് നടേണ്ടത്. നട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചട്ടിയിലൊക്കെ വെക്കുന്നതെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ വളങ്ങളൊക്കെ വലിച്ചെടുക്കല്ലോ. അത് കാരണം നമ്മൾ എല്ലാ മാസങ്ങളും വളം ചെയ്തു കൊടുക്കണം, അത്യാവശ്യം വളങ്ങള്. പിന്നീട് എന്ന് പറയുന്നത് ഇതില് ന്യൂട്രിയൻസ് ആയിട്ട് അയൺ, പൊട്ടാസ്യം എന്നിവ അത്യാവശ്യമാണ്. ഈ അയൺ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. അതേപോലെ നമുക്ക് കായ്ഫലം തന്നതിന് ശേഷം നമ്മൾ പൊട്ടാസ്യവും ചെയ്ത് കൊടുക്കണം. ചേച്ചി, ഇതിപ്പോ എങ്ങനെ പരിപാലിക്കണം എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? തീർച്ചയായിട്ടും ക്യാൻസർ രോഗികൾക്ക്, അതേപോലെ ഷുഗർ രോഗികൾക്ക്, പിന്നെ തടി കുറയ്ക്കാൻ, നമ്മളെ മുടി കൊഴിച്ചിലിനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ജെല്ലി, വീഞ്ഞ് എന്നിവ ഉണ്ടാക്കാനും ഇത് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ജബോട്ടിക്ക എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ പ്രത്യേകതകള്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.